അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ മതിലൊക്കെ കണ്ടോ, കുറേ ഫേൺ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഇത് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് മാത്രം ഉണ്ടായി വരുന്നൊരു സംഭവമാണ്. ചില ഫേണുകളൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ നടാറില്ലേ, ആ ഫേണൊന്നും എല്ലാ സീസണിലും നിൽക്കും. അധികം വെയിൽ തട്ടാതൊക്കെ വെച്ചാൽ നിൽക്കുമല്ലോ. പക്ഷേ ഈ ഒരു ഫേണ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇതളൊക്കെ കൊഴിഞ്ഞു പോകും. അധികം തോടിൻ്റെ അടുത്തും ഇതേപോലെ മതിൽമലൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇപ്പം മഴ തന്നെ മഴ, നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അത്രയും മഴ. അപ്പം ചാനൽ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ സന്തോഷം എൻ്റെ കയ്യിലുള്ള സാധാരണ എൻ്റെ കയ്യിലുള്ള കുറേ ചെടികൾ, ഞാൻ ആദ്യമൊക്കെ വെറുതെ വളർത്തിവിട്ട ചെടികളായിരുന്നു കേട്ടോ. അത് ഇപ്പം എനിക്ക് അതിൽ നിന്നൊരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർ ഡീമോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യും. അതേപോലെ ചെടികൾ സെയിലാക്കണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേപോലെ കുറച്ച് ചെടികൾ ഇറക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എത്രയായാലും ചെടിയല്ലേ, ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 25 രൂപക്ക് വിറ്റാലും 50 രൂപക്ക് വിറ്റാലും ഞാൻ ചെടീൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കലാത്തിയെ കണ്ടില്ല നിങ്ങൾ, ഒരു പൂവുണ്ട് കേട്ടോ കലാത്തിയക്ക്. പിന്നെ എല്ലായിടത്തും എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ കലാത്തിക്ക് ഒരു പൂവൊക്കെ വരുന്ന ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇത് 2-3 കലാത്തിക്ക് ഇതേപോലെ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കലാത്തിയക്കും ഈ രണ്ടെണ്ണത്തിനാണ് കാണാനുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള കലാത്തിക്ക് ഇതേപോലെ ഫ്ലവറൊക്കെ ഉണ്ടോ? പിന്നെ ഇതിന് ലീഫിൻ്റെ ഭംഗിയാണല്ലോ, എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് ഈ ഇല ഭംഗി ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് കലാത്തിയ ചെടികളും അതേപോലെ അഗ്ലോണിമ ചെടികളും കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിനോട് ഇഷ്ടമായപ്പം എനിക്കും അതിനോട് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ കലാത്തിയ കളക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം കലാത്തിയും അഗ്ലോണിമയും തന്നെയാണ് ഞാൻ ഇനിയും ഇറക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് തൈകൾ ഇറക്കിയിട്ട് സെയിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു വിചാരം എനിക്കുണ്ട്. ഇൻഷാ അല്ലാ ഈ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം അത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇനിയിപ്പോൾ അതിന് പുഴു വരാൻ തുടങ്ങും. ഫുള്ളായി തിന്ന് തീർത്തിട്ട് ഒരു പൂവും. മേലെ ഇവിടെ ഒരു പുഴുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, തൊപ്പയൊക്കെ ഉള്ള പുഴുവിനെ, കുറേ തൊപ്പുള്ള. ഇത് ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയ മെലസ്റ്റോമയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഞാനും വേറെ ഇതിനൊക്കെ ഓൺലൈനിൽ ചെടികൾ വാങ്ങാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ തറാത്തുന്ന അഗ്ലോണിമൊക്കെ പുതിയ പുതിയ ലീഫൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മഴത്താണ് വെക്കുന്നത്. ഞാൻ തണലത്തേക്കോ അല്ല ഷെയ്ഡിലേക്കൊന്നും എടുത്തേക്കുന്നില്ല. എൻ്റെ ചെടികൾ ഫുള്ള് അഗ്ലോണിമായാലും ഏത് ചെടിയായാലും മഴയത്താണുള്ളത്. കുറേ വെള്ളം നിൽക്കുന്നൊരവസ്ഥ ഞാൻ ഉണ്ടാക്കലില്ല. വെള്ളം നിൽക്കുമ്പോഴാണ് ചെടികളൊക്കെ ചീഞ്ഞു പോവുക. അതേപോലെ ഈ ഒരു ചെടി ഇവിടെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം തോരാത്ത മഴയല്ലേ, നല്ല മഴയാണല്ലോ ഇപ്രാവശ്യം കിട്ടുന്നത്. അപ്പം അതുകൊണ്ടാണോ അറിയില്ല, ഇല ഫുള്ള് നാശമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് വിട്ടതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ കലാത്തിയക്ക് തൈകൾ വീണുണ്ടായതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇവിടെ ചട്ടിയിൽ വെച്ചതായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ വക്കിന് പച്ച കളറുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് കലാത്തിയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെടികളൊക്കെ ഇനിയും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് നമ്പർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇട്ടിരുന്നതായിരിക്കും. അപ്പം ഇതിവിടെ പടർന്നുണ്ടായിട്ടുള്ള പടു മുളച്ചിട്ടുള്ള ഒരു കക്കേരിയാണ് കേട്ടോ. അപ്പം ഞാനത് നമ്മൾ ഒരു വളമോ കാര്യങ്ങളൊന്നും ഇടാതെ ഉണ്ടായതാണ്. അവിടെ തന്നെ മുളച്ചുണ്ടായതാണ്, കുഴിച്ചിട്ടതൊന്നുമല്ല. രസമുണ്ട് കേട്ടോ. ഇതിനേക്കാളും കുറച്ച് ഇളയതാണ് സമയത്ത് പറിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് ആ സമയത്ത് പറിച്ചെടുക്കണമായിരുന്നു. അന്ന് ഞാൻ ഇത്ര ശ്രദ്ധിച്ചില്ല, കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മാറി ചെടികളും പോകാന്നല്ലാതെ ബാക്കിലേക്ക് അങ്ങനെ ഇറങ്ങലില്ല. കാരണം നല്ല മഴയല്ലേ, മുന്നേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെയൊക്കെ നാശമായിട്ടുണ്ട്. മഴക്കാലം അങ്ങനെ നല്ല പണി മുറ്റത്തുണ്ടാവും. എന്തായാലും കുറേ പുല്ല് മുളച്ചിട്ടുണ്ട്. ചെടികളൊക്കെ അങ്ങനെ ഇങ്ങനെ ഫുള്ള് വൃത്തികേടായി കിടക്കുക കേട്ടോ. ബാക്ക് സൈഡ് പ്രത്യേകിച്ച്, കാരണം എല്ലാ ദിവസവും അടിച്ചു തരുന്നില്ലല്ലോ. പിന്നെ പുല്ലൊക്കെ ഇനി പറിച്ച് മാറില്ല, ഭയങ്കര ടാസ്ക് തന്നെ ആവും മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങും, മഴയില്ലാത്ത നേരത്തൊന്ന് ഇറങ്ങും. ഇപ്പോഴും മഴ വരാൻ നിൽക്കുകയാണ്. അതേപോലെ ഈ മൂലക്കിൽ കണ്ടോ, ഞാൻ പിന്നെ മോൺസ്റ്റർ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആർക്കും വേണോ ചോദിച്ചാൽ എല്ലാവരും വേണ്ടെന്ന് പറയണത്. നമ്മൾ ഈ ചെടി ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഇത് വേണോ ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു ടൈപ്പ് ഓഫ് മണി പ്ലാന്റ് അവിടെ വളരുന്നുണ്ട് കണ്ടോ. അതുപോലെ ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കുറേ ഉണ്ടായിരുന്നു ഇവിടെ, മതിലിങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. അത് വെട്ടിയിട്ടതാണ് കേട്ടോ. വെട്ടിയിട്ട് രണ്ടാമത് വളർത്തിയെടുത്താണ്.
നല്ല രസമായിട്ടോ കാണാൻ, നല്ലോണം തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവും. നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഫുള്ളായിട്ട് വെട്ടിക്കളയാഞ്ഞതും. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ചെടികൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ചെടികൾ എനിക്കെന്നും ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും ആദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മക്കൾക്ക് ഓൺലൈൻ ട്യൂഷൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇൻഡിവിജ്വലായാലും ബാച്ചായാലും നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അയച്ചു തരുന്നതായിരിക്കും. ഓൺലൈൻ ട്യൂഷൻ സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ് കേട്ടോ.